കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രികാലെ നമുക്ക് ഒരുമിച്ച് വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ നിമിഷം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ കർത്താവ് ആമേൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിലേക്ക് പാസ്റ്റർ മധുസൂദനൻ ട്രിവാൻഡ്രത്ത് നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്തദാസനെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ അയച്ച് കർത്താവിന്റെ സാക്ഷിയാകുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്ന് പകൽക്കാലം കർത്തദാസിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ അഭിഷിക്തനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തിലെ നല്ല ദൈവമേ, ഇന്ന് ഈ സന്ധ്യായാമത്തിങ്കൽ ഞങ്ങൾ അടുത്തു വരുന്നു. അപ്പന്റെ നാമം ഞങ്ങൾ ഉയർത്തപ്പെടുവാൻ ഇടയാക്കണമേ. കർത്താവെ, അവിടുന്ന് തന്റെ ദാസന്റെ ജീവിതത്തിൽ ചെയ്ത നല്ല ഉപകാരങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ കർത്താവെ സാക്ഷിക്കുവാൻ ഞങ്ങളുടെ അഭിഷിക്തനെ ബലപ്പെടുത്തിയാട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ആമേൻ അനുഗ്രഹമായി മാറുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. തന്നെയും തന്റെ ജീവിതത്തിന്റെ മേലകളെയും എല്ലാം, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. നന്മകളാൽ നിറയ്ക്കണം കർത്താവെ. ഞങ്ങളുടെ നെറ്റ്, ഞങ്ങളുടെ സിസ്റ്റം എല്ലാം അങ്ങയുടെ കൺട്രോളിങ്ങിലായിരിക്കണമേ കർത്താവെ. നെറ്റിന്റെ യാതൊരു പ്രോബ്ലവും ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കരുത്. തുടക്കം തൊട്ട് ഒടുക്കം വരെയും കർത്താവിന്റെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കും. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററേ. ആമേൻ. ഇനി പകൽക്കാലം വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് തന്റെ സമയവും സാഹചര്യവും ഒക്കെയും നോക്കാതെ വണ്ണം ഞങ്ങളോടൊത്ത് ഇന്ന് കർത്താവിനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് എങ്കിലും തന്റെ ഭവനത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് കർത്താവിന്റെ ദാസന് നമ്മുടെ പ്രിയ പ്രേക്ഷകരോട് പറയാം. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസന്റെ ബാല്യകാല സ്മരണകൾ, വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഉണ്ടായ മുഖാന്തരങ്ങൾ, പിന്നീടുള്ള തന്റെ ജീവിത അനുഭവങ്ങളൊക്കെയും ഇന്ന് സവിസ്തരം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കിടുവാൻ സമയമുണ്ട്. അതിനായിട്ട് കർത്തദാസനെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം കർത്താവിന് ഒരുക്കിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. വചന ദീപ്തിയിലേക്ക് ക്ഷണിച്ച എൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് പ്രിയ ദാസി, ഈ സമയം നന്ദി പറയുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ സാക്ഷ്യം പറയുവാൻ ഇന്ന് രാത്രികാലം ദൈവം എനിക്ക് കൃപ നൽകേണ്ടതിന് വേണ്ടി ഈ സൂം മീറ്റിംഗിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. അതിനു മുമ്പായിട്ട്, ഞാൻ ബാധ്യതയിൽ ആയിരുന്ന സമയത്ത് ഒരു പാട്ട് എഴുതാനിടയായി. ഒരു 4 വരി, അടുത്തൊരു 4 വരി ഞാൻ ആശ്വാസമില്ലാതെ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടതല്ലേ, അതിനെക്കുറിച്ചൊരു 4 വരി. അതിനുശേഷം ഞാൻ ഏകനെന്ന് എനിക്ക് തോന്നിയ സമയങ്ങളിൽ കിട്ടിയ ചില 4 വരികൾ. അങ്ങനെ ഒരു പാട്ട് പാടിയതിനു ശേഷം എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു. നീയൻ സങ്കേതം, നീയൻ ബലവും, നീയൻ മഹത്വവുമേ, നിന്നിലാശ്രയിക്കും എല്ലാ നാളിലും, നിന്നിലാനന്ദിക്കും ഞാൻ
ദീനവുമിഹേ. നീയൻ സങ്കേതം, നീയൻ ബലവും, നീയൻ മഹത്വമേ. നിന്നിലാശ്രയിക്കും എല്ലാ നാളിലും, നിന്നിലാനന്ദിക്കും ഞാൻ ദിനവുമികേ. കടഭാരത്താൽ വലഞ്ഞിടുമ്പോൾ, കണ്ണുനീർ കയത്തിൽ താഴുമ്പോൾ, കടഭാരത്താൽ വലഞ്ഞിടുമ്പോൾ, കണ്ണുനീർ കയത്തിൽ താഴുമ്പോൾ, കരുണയിൻ കരത്താലൻ കണ്ണുനീർ തുടച്ചു, കരുതലോടെ അവൻ കരകയറ്റി. കരുണയിൻ കരത്താലൻ കണ്ണുനീർ തുടച്ചു, കരുതലോടെ അവൻ കരകയറ്റി. നീയൻ സങ്കേതം, നീയൻ ബലവും, നീയൻ മഹത്വവുമേ. നിന്നിലാശ്രയിക്കും എല്ലാ നാളിലും, നിന്നിലാനന്ദിക്കും ഞാൻ ദിനവുമിഹേ. ആശ്വാസമില്ലാതെ അലഞ്ഞിടുമ്പോൾ, ആരോരുമില്ലെന്നു കരുതിയപ്പോൾ, ആശ്വാസമില്ലാതെ അലഞ്ഞിടുമ്പോൾ, ആരോരുമില്ലെന്നു കരുതിയപ്പോൾ, ആരുമാനാഥൻ എനിക്കായി ഒന്നു കരുതി, ആകയാൽ നിനക്കും കരുതി കൊള്ളും. ആരുമാനാഥൻ എനിക്കായി ഒന്നു കരുതി, ആകയാൽ നിനക്കും കരുതി കൊള്ളും. നീയൻ സങ്കേതം, നീയൻ ബലവും, നീയൻ മഹത്വവുമേ. നിന്നിലാശ്രയിക്കും എല്ലാ നാളിലും, നിന്നിലാനന്ദിക്കും ഞാൻ ദിനവുമികേ. ഏകനെന്നോ എന്നു കരുതിയ നാൾ, എന്നോടു കൂടവൻ കൂട്ടിനുള്ളപ്പോൾ, ഏകനെന്നോ എന്നു കരുതിയ നാൾ, എന്നോടു കൂടവൻ കൂട്ടിനുള്ളപ്പോൾ, പുതുവഴികൾ എനിക്കായി ദൈവം തുറന്നു, പുതു നന്മകൾ എന്നിൽ പകർന്നു തന്നു. പുതുവഴികൾ എനിക്കായി ദൈവം തുറന്നു, പുതു നന്മകൾ എന്നിൽ പകർന്നു തന്നു. നീയൻ സങ്കേതം, നീയൻ ബലവും, നീയൻ മഹത്വവുമേ. നിന്നിലാശ്രയിക്കും എല്ലാ നാളിലും, നിന്നിലാനന്ദിക്കും ഞാൻ ദിനവുമിഹേ. നീയൻ സങ്കേതം, നീയൻ ബലവും, നീയൻ മഹത്വവുമേ. നിന്നിലാ
ആശ്രയിക്കും എല്ലാ നാളിലും നിന്നിലാനന്ദിക്കും ഞാൻ ദിനവുമിഹേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദി പറയുകയാണ്. ടു മീറ്റിംഗിൽ കടന്നു വരാൻ തക്കണം കർത്താവ് എനിക്ക് ഒരു അവസരം നൽകിയ ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദി പറയുകയാണ്. സ്തോത്രം. എന്റെ പേര് മധുസൂദൻ. സ്ഥലം ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭാര്യ മിനി മധുസൂദൻ, മക്കൾ ആൻസി എം ജോർജ്, എബി എം ജോർജ്. ഞങ്ങൾ കുടുംബമായിട്ട് നെയ്യാറ്റിൻകര AG ചർച്ചിന്റെ മെമ്പേഴ്സാണ്. അപ്പോൾ തന്നെ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് എന്ന സംഘടനയുടെ ഒരു ഓഡിയന്റ് ശുശ്രൂഷകനാണ് ഞാൻ. സഭയുണ്ട്. 1975 രക്ഷിക്കപ്പെട്ട് 1982 സ്നാനപ്പെട്ട് സഭയുടെ അംഗത്വം സ്വീകരിച്ചു പോകുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. രക്ഷിക്കപ്പെട്ടതൊക്കെ ഒറ്റയ്ക്കായിരുന്നു. ആരും സഹായമില്ലാതിരുന്ന ഒരു കാലഘട്ടം. സഭകളിൽ പുരുഷന്മാർ വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. ആ സന്ദർഭത്തിലാണ് എനിക്ക് കർത്താവിനെ, അല്ലെങ്കിൽ എന്നെ കർത്താവ് കണ്ടുമുട്ടാൻ ഇടയായത്. സ്തോത്രം. തുടർന്നുള്ള രക്ഷിക്കപ്പെട്ട അനുഭവങ്ങളൊക്കെ ഞാൻ പുറകാലെ പറയാം. ഇവിടെ പറയുന്നു, പൗലോസ് പറയുകയാണ്, രാജാവിനോടാകട്ടെ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന ജനത്തോടാകട്ടെ, എന്റെ ഈ ചങ്ങല ഒഴിച്ച് നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഈ സൂം മീറ്റിംഗ് പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്ന് രാത്രികാലം ദൈവാത്മാവ് അത് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഇടയായത്. ഇവിടെ പറയുന്നു, രാജാവിനോടാകട്ടെ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ജനത്തോടാകട്ടെ, എന്റെ ഈ ചങ്ങല ഒഴിച്ച് നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായി ഈ ദിവസങ്ങളിൽ തീരുവാൻ തക്കവണ്ണം അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നല്ല മനസ്സുള്ളവരായി, ആമേൻ, ഇന്ന് രാത്രികാലം തീരാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. രക്ഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ, ഒരു മന്ത്രവാദിക്ക് ജനിച്ച് വളർത്തപ്പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പൊ അതെന്താ ഭാഗ്യമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. ഒരു മന്ത്രവാദിക്ക് ജനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവനുള്ള ദൈവത്തെ അറിയുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയത്. സ്തോത്രം. പ്രത്യേകിച്ച് കുട്ടിച്ചാത്തൻ സേവയുള്ള ആളായിരുന്നു എൻ്റെ അച്ഛൻ. ഈ ദൈവങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ദൈവങ്ങൾക്ക് കൊടുക്കാനോ വിളക്ക് കത്തിക്കാനോ ആരും ഇല്ലായിരുന്നു. അത് നിമിത്തം പിശാചിന്റെ പ്രവൃത്തികൾ ഭവനത്തിൽ അനുഭവിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇവന്റെ ഈ ശക്തി ഭവനത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല വിദ്യാഭ്യാസം ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. അതുപോലെ സാമ്പത്തിക വിഷയങ്ങളിലും ആരും ഉയർന്നു വരാനും ഇടയായിട്ടില്ല. എല്ലാ രീതിയിലും ഭവനത്തിലുള്ളവർ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് കർത്താവിനെ കണ്ടെത്തുന്നത്. അതുപോലെ അച്ഛൻ ചെയ്ത
ഒരു തെറ്റു മുഖാന്തിരം ആയിരുന്ന സമുദായത്തിൽ നിന്നും ഞങ്ങളെ ഒരു കുടുംബത്തെ മാത്രം പുറത്താക്കാനിടയായി. സമുദായത്തിന്റെ കല്യാണങ്ങൾക്കോ മരണത്തിനോ ഒന്നും ക്ഷണിക്കില്ല, അന്നും ഇന്നും. അങ്ങനെ എല്ലാ രീതിയിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് ഈ കർത്താവിന് അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ ആമേൻ കണ്ടുമുട്ടിയത്. അങ്ങനെ നേരത്തെ വായിച്ചതുപോലെ 1982 സ്ഥാനപ്പെടാൻ ഇടയായി. അദൂര ഭവനത്തിൽ നിന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സ്ഥാനപ്പെട്ട ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. സഹായിക്കാനോ ആശ്വസിപ്പിക്കാനോ ആരും ഇല്ലായിരുന്നു. അതാണ് നേരത്തെ പാടിയ വരികൾ. ആശ്വാസവാക്ക് പറഞ്ഞ് എന്നെ സഹായിക്കാനോ സ്തോത്രം ഒന്നും എൻ്റെ ഭവനത്തിൽ നിന്നും അന്ന് ആരും ഇല്ലായിരുന്നു. കാരണം നമ്മുടെ ദേശത്ത് പെന്തക്കോസ്തുകാർ വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിൽ. സ്തോത്രം. അങ്ങനെ ആശ്വാസമില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ ഒറ്റയാൻ പോരാട്ടം നടത്തിയാണ് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ ഇടയായത്. ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും അവഹേളനങ്ങളും ഒക്കെ ധാരാളം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. സ്വതന്ത്രം. അവിടെയൊക്കെ കർത്താവ് നിർത്തിയതാണ്, ഞാൻ നിന്നതല്ല. കാരണം ആധികാരികമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് കയറി വരാനുള്ള ഒരു സാഹചര്യമൊന്നും എൻ്റെ ജീവിതത്തിൽ അന്ന് ഇല്ലായിരുന്നു. എങ്കിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെ സഹായിച്ചു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1975 രക്ഷപ്പെട്ടു, 1982 സ്നാനപ്പെട്ടു. മുൻപോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും അതില്ലാതെ മുൻപോട്ട് പോകാൻ എനിക്ക് കഴിയില്ല എന്നും നന്നായിട്ട് മനസ്സിലാക്കി. ഞാൻ 82 തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഉപവസിച്ചു തുടങ്ങാനിടയായി. കാരണം ഉപവാസം അല്ലെങ്കിൽ പ്രാർത്ഥന എന്താണെന്നൊക്കെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ എങ്ങനെ പറ്റും, എങ്ങനെ അത് പ്രാപിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസലോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനേകർ പരിശുദ്ധാത്മാവ് ആ സമയങ്ങളിൽ പ്രാപിച്ചു. അന്യഭാഷയിൽ ആരാധിച്ചും എഴുന്നേറ്റ് സന്തോഷത്തോടെ പോകുമ്പോൾ ഞാൻ നിരാശയോടെ എണീറ്റ് പോകും. 82 മുതൽ അങ്ങനെ ഇങ്ങനെ നീണ്ട ഒരു 23 വർഷക്കാലം ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി. ഇന്ന് പ്രാപിക്കും, നാളെ പ്രാപിക്കും, അടുത്ത അല്ലെങ്കിൽ അടുത്ത കാത്തിരിപ്പ് യോഗത്തിന് പ്രാപിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നത്തെ ആശീർവാദം പറയുന്നതിന് മുമ്പേ പ്രാപിക്കാൻ പറ്റുമെന്നൊക്കെ ആഗ്രഹത്തോടെ വളരെ വളരെ പ്രത്യാശയോടെ കാത്തിരുന്ന ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ സ്തോത്രം ഇങ്ങനെ കാത്തിരിപ്പാൻ എന്നെ സഹായിക്കും. സ്തോത്രം. എന്നോട് കൂടെ ഇരുന്ന പലരും ദൈവാത്മാവ് പ്രാപിച്ച് അന്യഭാഷകൾ പറഞ്ഞ് പലരും ശുശ്രൂഷകളിലും ഓർഡിനേഷന് കിട്ടി. എൻ്റെ നല്ല പ്രായത്ത് അവരൊക്കെ ശുശ്രൂഷകളിലൊക്കെ ആയപ്പോൾ ഞാൻ ഒന്നും അല്ലാത്ത രീതിയിൽ ആയി പോകാൻ ഇടയായി. ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കിയത്, പരിശുദ്ധാത്മാവ് കൂടാതെ ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാൻ ഒരിക്കലും കഴിയുന്നതല്ല എന്നെനിക്ക് നന്നായിട്ട് മനസ്സിലായി. സ്തോത്രം. പ്രൈസലോ. അതുകൊണ്ടാണ് ഈ 23 വർഷക്കാലം ദൈവസന്നിധിയിൽ ഇരുന്ന് മടുപ്പ് കൂടാതെ
ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ ലഭിക്കുമെന്ന് ചിന്തിക്കും, ലഭിക്കില്ല. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ ഉപവാസ പ്രാർത്ഥനകളും എൻ്റെ പ്രാർത്ഥനകളും ഇത് പ്രാപിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങൾക്കൊന്നും ഞാനായിട്ടൊരു തടസ്സവും അവൻ ഉണ്ടാക്കിയില്ല. കാരണം ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ട്. അതിന്റെ അടയാളം അന്യഭാഷയാണ്. അത് പ്രാപിക്കാത്തൊരു വ്യക്തിക്ക് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ ഒരിക്കലും കഴിയുന്നതല്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിലുള്ള ഒരു ആത്മീയ അന്തരീക്ഷം എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടാതെ ഒരു വ്യക്തിക്കും അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. സ്വതന്ത്രം ഇസലോ ജീവിതത്തിന്റെ പകുതിയിലധികം വർഷങ്ങളും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി എൻ്റെ സമയങ്ങളെ ചിലവഴിക്കുവാൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ വാസ്തവത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ ഒക്കെ ആയിരിക്കാൻ ഇടയായി. ഇനി എൻ്റെ ജീവിതത്തിൽ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുനീരുണ്ടോ എന്ന് വരെ ഞാൻ എന്നോട് ചോദിച്ച സമയങ്ങളുണ്ട്, ദൈവത്തോട് ചോദിച്ച സമയങ്ങളും ഉണ്ട്. അത്രമാത്രം ദൈവസന്നിധിയിൽ കരയുവാൻ ഒക്കെ കർത്താവ് എനിക്ക് അവസരം തന്നു. സ്തോത്രം. പ്രൈസ് ലോർഡ്. എനിക്കറിയാമായിരുന്നു പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. ഇത് പ്രാപിക്കാതൊരു വ്യക്തിക്ക് കർത്താവിന്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായി. സ്തോത്രം. പ്രൈസ് ലോർഡ്. അങ്ങനെ ഇത് പ്രാപിക്കാൻ വേണ്ടി ഇത്രയും കാലം ഇരുന്നതല്ലേ. ഇത് ഞാൻ തുടങ്ങി വെച്ചത് നെയ്യാറ്റിൻകര AG സഭയിൽ വെച്ചാണ്. അതായത് പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ പ്രാർത്ഥന തുടങ്ങിയത്. എന്നോടുകൂടെ അന്നിരുന്ന എല്ലാവരും അഭിഷേകം പ്രാപിച്ചു, ഞാൻ മാത്രം കൈവിടപ്പെട്ടു. അതിനുശേഷം സൗദിയുടെ പ്രദേശത്തേക്ക് കടന്നുള്ള ഒരു മുഖാന്തരം കർത്താവ് എനിക്ക് ഒരുക്കി. അപ്പോഴും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു കോട്ടവും കൃപയാൽ സംഭവിച്ചിട്ടില്ല. എൻ്റെ ലക്ഷ്യം സാമ്പത്തിക വിഷയം ഒന്നും അല്ലായിരുന്നു. കർത്താവിനെ ആ നിലയിൽ അയച്ചു. അതിനിടയിലും എൻ്റെ ഉപവാസവും പ്രാർത്ഥനകളൊക്കെ ഒന്നും കുറവ് വരുത്താണ്. ആമേൻ. പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിലും ആരാധിക്കേണ്ട സമയങ്ങളിലും ഇതിനുവേണ്ടി സമയങ്ങൾ ധാരാളം ചിലവഴിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. സ്തോത്രം. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയാണല്ലോ സൗദി അറേബ്യയിലെ സഭായോഗം. ഒരു സഭായോഗം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഞാൻ പോയിരുന്ന സഭയിലെ ടൈം 2:30 മണിക്ക് ശേഷമാണ്. ഒരു 4-4:30 മണി 5 മണിയായപ്പോഴത്തെ സഭായോഗം കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാരും പുറത്തുപോയി. വെള്ളിയാഴ്ചയാണ് സഭായോഗം. വ്യാഴാഴ്ച രാത്രി നമ്മുടെ ഇവിടത്തെ പോലെ കാത്തിരിപ്പ് യോഗമായിരുന്നു. ആ കാത്തിരിപ്പ് യോഗം കഴിഞ്ഞിട്ട് അന്ന് രാത്രി ദൈവത്തിന്റെ ആലോചന ശക്തമായിട്ട് സഭയോട് ഇങ്ങനെ പറയാനിടയായി. പേര് പറഞ്ഞില്ല. ഒരാളിൽ കത്തുന്ന ഒരു അഗ്നിയുടെ മധ്യേ, തീജ്വാലയുടെ മധ്യേ ഒരു കറുത്ത കുറ്റി കത്താതെ ഇരിക്കുന്ന ഒരാലോചന പൊതുവിൽ ദേവദാസൻ പറയാനിടയായി. പക്ഷെ എനിക്കറിയാം എന്നോടാണ് ഈ ആലോചന പറയുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇത്രയും ആളിക്കത്തുന്ന ഒരു തീ കുണ്ടത്തിന്റെ മധ്യേ ഒരു കുറ്റി മാത്രം കത്താതിരിക്കണമെങ്കിൽ അത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്നോട് തന്നെയാണ് ദൈവാത്മാവ് സംസാരിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ആരാധന കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു പ്രവാചകൻ. ചോദിച്ചു ആർക്കു വേണ്ടിയായിരുന്നു ഈ ദൂതെന്ന് ചോദിച്ചപ്പോ ആ സഭയിൽ പൊതുവിൽ പറഞ്ഞ ഒരു വിഷയമായിരുന്നു എന്ന് പറയാനിടയായി. പക്ഷെ എനിക്കറിയാം എന്നോടാണ് സംസാരിച്ചത്. ഇത്രയും ആത്മശക്തിയുള്ള ഒരു ആരാധന വെളിപ്പെടുന്ന ഒരു സ്ഥലം ദമാം അൽക്കോവാറിൽ ഇല്ല എന്ന് എനിക്ക് സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും. അതിനിടയിൽ ഇരുന്നിട്ടാണ് ഞാൻ പ്രാപിക്കാതിരിക്കുന്നത്. അന്ന് വളരെ ദുഃഖം തോന്നി. ഇത്രയും ശക്തിയോടെ ആരാധിക്കുന്ന ഒരു ആരാധന മധ്യേ ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചില്ലെങ്കിൽ ഇനി എവിടെ ചെന്നാണ് ഞാൻ പ്രാപിക്കുന്നതെന്ന് കർത്താവിനോട് ചോദിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അന്ന് വ്യാഴാഴ്ച രാത്രികാലം ഇതെല്ലാം കഴിഞ്ഞ് ആമേൻ എല്ലാവരും പോയതിനു ശേഷം ഭവനത്തിലുള്ളവരും ശുശ്രൂഷകനും
ഭാര്യ കുഞ്ഞുങ്ങളൊക്കെ ചേർന്ന് ടൗണിലേക്ക് പോയിട്ട് വെള്ളിയാഴ്ചക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി കടന്നുപോയ സമയത്ത് ഞാൻ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് അന്ന് ദൂത് പറഞ്ഞ ആ ദൈവദാസനും കൂടെ രണ്ടുപേരും എന്റെ വിഷമം കണ്ടിട്ട് അന്ന് അവിടെ ഇരിപ്പാനിടയായി. എന്നോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. എനിക്ക് ഇവരോട് എന്ത് മറുപടി പറയാമെന്ന് അറിയില്ല. കാരണം ഇവർ എന്റെ ജൂനിയറാ. ഞാൻ 74 രക്ഷിക്കപ്പെട്ടല്ലേ, 74-75. ഇവരൊക്കെ അവിടെ വന്ന് രക്ഷിക്കപ്പെട്ടവരൊക്കെയാണ്. അവരൊക്കെ പെട്ടെന്ന് പരിശുദ്ധാൻ പ്രാപിക്കുകയും ശുശ്രൂഷ പ്രാപിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അവര് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഇന്ന് രാത്രി കാലം പ്രാപിക്കണമെന്ന് ഞാൻ അവരോട് പറയാനിടയായി. അവര് കഥകടച്ചേച്ച് ആ 3 പേരും എന്റെ ചുറ്റും വളഞ്ഞിരുന്ന് ഈ ദൈവമകന് വർഷം കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ഭവനത്തിന് വേണ്ടിയോ ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിന് വേണ്ടിയല്ല അദ്ദേഹം കാത്തിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ. എല്ലാവരും അന്യഭാഷ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ. പക്ഷെ ഇത് കഴിയാതെ വന്നപ്പോ വലിയ ഭാരം ഉണ്ടായി. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ 3 പേരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവദാസന്റെ കരം എന്റെ തോളത്ത് വെച്ചിട്ടാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിഷേകം പ്രാപിക്കാൻ തടസ്സമുള്ള ഏത് വിഷയമാണ് ഈ ബ്രദറിന്റെ ജീവിതത്തിൽ ഉള്ളത്, അത് ഇന്ന് രാത്രികാലം കർത്താവ് വെളിപ്പെടുത്തണമെന്ന് അവര് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ത്രീ, നിങ്ങൾക്കറിയാമല്ലോ, ഈറനണിഞ്ഞ തുണിയോടുകൂടി കോവിലിൽ നിന്നും ഇറങ്ങി വരുന്നതും പോകുന്നതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. ഈറനണിഞ്ഞ തുണി ഉടുത്തുകൊണ്ട് ഒരു കയ്യിലൊരു തട്ടത്തിൽ ഒരു വിളക്കും വെച്ച് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഭവനം ഒന്ന് ഷെഡായിരുന്നു. ഈ ഷെഡിൽ തിരിഞ്ഞു നോക്കി പോകുന്ന ഒരു കാഴ്ച ഈ ദൈവദാസൻ കണ്ടു. അപ്പൊ മനസ്സിലായി, പുള്ളി ആ സമയത്ത് തന്നെ യേശുവിന്റെ നാമത്തിൽ ആ ശക്തി, അതായത് അവരെനിക്ക് വേണ്ടി 30 വർഷം കൊണ്ട് നേർച്ച കാഴ്ചകൾ നടത്തുകയാണ്, എന്നെ ഭവനത്തിലേക്ക് തിരിച്ചു മടക്കി കൊണ്ടുവരാൻ, ഈ അനുഭവത്തിൽ നിന്നും വേർപെടുത്തി കൊണ്ടുവരാൻ വേണ്ടി നേർച്ച കാഴ്ച നടത്തുന്ന ഒരു കാര്യമാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തി. എന്റെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ തന്നെയാണ്. ഇത് കണ്ടപ്പോൾ ഈ ദൈവദാസൻ യേശുവിന്റെ നാമത്തിൽ ആ പൈശാചിക ശക്തിയെ ശാസിക്കുവാനിടയായി. ഈ ശക്തി ശാസിക്കുന്നതും ഈ അന്ധകാര ശക്തി ഡോറ് തുറന്ന് പുറത്തു പോകുന്ന ശബ്ദവും കേൾക്കുവാനിടയായി. ഈ സമയത്ത് ഞാൻ അതുവരെ കാത്തിരുന്ന എന്താണോ അത് അന്ന് രാത്രികാലം ഈ അന്ധകാര ശക്തി എന്നെ വിട്ടു പോയപ്പോൾ അന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. പക്ഷെ ഞാൻ വിചാരിച്ചു, 23 വർഷം കാത്തിരുന്നതല്ലേ, എനിക്ക് അതിൻ്റെതായിട്ടുള്ള ചില ശുശ്രൂഷകളും അല്ലെങ്കിൽ ധാരാളം അന്യഭാഷകൾ തന്ന് കർത്താവിനെ നിറയ്ക്കുമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയത് ഒരു തുണ്ട് ഭാഷയാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇത്രയും കാലം ഞാൻ കാത്തിരുന്നിട്ട് എനിക്ക് തന്നത് ഒരു ചെറിയ ഒരു തുണ്ട് ഭാഷയാണ്, നാണക്കേടാണ് കർത്താവേ. അവരെല്ലാവരും നന്നായിട്ട് അന്യഭാഷകൾ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഭാഷ പറഞ്ഞ് എങ്ങനെയാണ് ആരാധിക്കുന്നതെന്ന് ഞാൻ കർത്താവിനോട് കംപ്ലൈന്റ് പറയുന്നത് പോലെ ഞാൻ അന്ന് എവര് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് കർത്താവിനോട് പറയുന്നത്, നാണക്കേടാ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അന്നത്തെ രാത്രി, വ്യാഴാഴ്ച രാത്രി അവസാനിച്ചു. പിറ്റേ ദിവസം സഭായോഗമാണല്ലോ, സഭായോഗത്തിന് കടന്നു വന്നു. ആരാധന തുടങ്ങിയപ്പോൾ എനിക്ക് തന്ന അന്യഭാഷ മറന്നു പോകാതെ അന്ന് പകൽക്കാലം ഞാൻ കർത്താവ് എനിക്ക് എന്ന ശക്തി ഉപയോഗിച്ച് എത്രയും ശക്തിയോടെ ഈ ഭാഷ പറയാൻ എനിക്ക് കഴിയുമോ അത്രയും ശക്തിയോടുകൂടി ഞാൻ ആ ഭാഷ പറഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ദൈവത്തോട് ഒരു ഭാഷ പറയാൻ നാണക്കേടുണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ദൈവം, ഞാനങ്ങനെ
അന്യഭാഷ ശക്തിയോടെ പറയുന്ന സമയത്ത് എൻ്റെ ഈ പറഞ്ഞ ഭാഷ മാറിപ്പോയിട്ട് ഇതിന്റെ പുറകിൽ കുറെ ഭാഷകൾ ഇങ്ങനെ കയറി വരുവാൻ തക്കവണ്ണം, പറയുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ നീണ്ട 21 വർഷക്കാലം ദൈവസന്നിധിയിൽ ആമേ കാത്തിരുന്ന് പ്രാപിച്ച ഒന്നാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. അതുവരെയും അവൻ ഒരു പാട്ട് പാടിയാൽ 4 പിച്ചിൽ ഞാൻ പാടുമായിരുന്നു. ആമേൻ. ആത്മാവ് പ്രാപിക്കുന്നതിന് മുന്നമേ. പക്ഷെ അതുപോലെ ഒരു പാട്ട് പാടിയ 4 രീതിയിൽ, 4 പിച്ചിൽ, അതുപോലെ സാക്ഷ്യം പറഞ്ഞാൽ പൂർത്തീകരിക്കാൻ കഴിയില്ല. മുട്ടുപറയലും എല്ലാ രീതിയിലും തിരിഞ്ഞു നിന്ന് ഒന്നും എന്നെ കൊണ്ട് കഴിയില്ലായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ ആമേൻ, ആമേൻ, സ്തോത്രം, തിരിഞ്ഞു നിന്ന് ആമേൻ സംസാരിക്കുവാൻ, സാക്ഷ്യം പറയുവാൻ, തിരുവചനങ്ങൾ ചെറുതായിട്ടൊക്കെ സംസാരിക്കാനുള്ള ദൈവത്തിന്റെ കൃപ ആമേൻ കർത്താവ് എനിക്ക് തരാൻ ഇടയായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നിങ്ങളുടെ ആരുടെയും കാര്യം അല്ല ഞാൻ ഇപ്പൊ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഞാൻ പ്രാപിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ചില കാര്യങ്ങൾ കൂടി പറയാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. സ്തോത്രം. എല്ലാവർക്കും ഒന്നുപോലെ അല്ല കർത്താവ് ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ ഇടയായി. ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം ഞങ്ങളുടെ കമ്പനിക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള വർക്ക് എടുത്ത് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അന്ന് ഖത്തറില് ഒരു ടീമുമായിട്ട് പോകേണ്ടി വന്നു. പ്രത്യേകിച്ച് ഞാൻ അങ്ങോട്ട് പോകുന്നത് എയർലൈൻസിന്റെ കോട്ടിങ് സ്പ്രേ പെയിന്ററായിട്ടാണ് അന്ന് സൗദിയിൽ നിന്ന് ഖത്തറിലേക്ക് കടന്നുപോയത് ഒരു പെയിന്ററായിട്ട്, സ്പ്രേ പെയിന്ററായിട്ട്. എന്നാൽ അവിടെ ചെന്ന് ഒരു പ്രോജക്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഭംഗിയായി കൊടുത്തപ്പോഴത്തേക്ക് എന്നോട് എൻ്റെ മാനേജർ ചോദിച്ചു, സാധനം കുറവാണ്, ഇനി UK എന്നാണ് ഇറക്കാൻ, പക്ഷെ ഒരു കണ്ടെയ്നർ ഇറക്കേണ്ടി വരും, അത് നടക്കില്ല, ഇത്രയും സാധനം ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇത്രയും പീസ് അടിച്ച് തീർത്തു തരുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വിശ്വാസത്തോടെ അന്ന് പറയാനിടയായി, ചെയ്തു തരാം. അങ്ങനെ വിശ്വാസത്തോടുകൂടി ആ വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു നല്ലൊരു ഇൻക്രിമെന്റ് ആ ലെവലിൽ തരാനിടയായി. ഒന്ന്, പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. 2, എൻ്റെ പൊസിഷന് വ്യത്യാസം. ഒരു സെക്ഷൻ വഹിക്കാനുള്ള ഒരു സൂപ്പർവൈസിങ് പോസ്റ്റ് എന്നെ ഏൽപ്പിക്കാനിടയായി. 3, ജപ്പാന്റെ ഒരു ഹൈഎസിന്റെ വാൻ, പുതിയത് 13 പേര് യാത്ര ചെയ്യുന്ന ഒരു വാൻ എനിക്ക് തരാൻ ഇടയായി. വണ്ടി ഓടിക്കാത്ത എനിക്ക്, ലൈസൻസ് ഇല്ലാത്ത എനിക്ക് ലൈസൻസ് കമ്പനി എന്നെ അയച്ച് എടുത്തരാൻ ഇടയായി. മാത്രം എൻ്റെ ശരീരത്തിന്, ഞാൻ വളരെ മെലിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു, എൻ്റെ ശരീരത്തിന് വ്യത്യാസം കർത്താവ് നൽകി. അതുപോലെ അതിനുശേഷം ഞാൻ തിരിച്ച് സൗദി വന്നപ്പോഴത്തേക്ക് അതുവരെ ഇല്ലാത്തൊരു സന്തോഷ വാർത്ത കർത്താവ് എനിക്ക് നൽകി. എന്നെ അസിസ്റ്റന്റ് ശുശ്രൂഷകനായിട്ട് പ്രാർത്ഥിച്ച് ആമേൻ കയറ്റുവാൻ കർത്താവിന് കൃപ തോന്നി. അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് ചെയ്ത ഒരു കാര്യമാണ്, എൻ്റെ ഭവനത്തിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്തൊരു കാര്യം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തപരമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ ദൈവം കൃപ ചെയ്തു. 2 കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. മൂത്ത മോളാണ് ആൻസിയം ജോർജ്, രണ്ടാമത്തെ മകൻ എബിഎം ജോർജ്. 2 പേരെയും ദൈവത്തിന്റെ ആലോചന പ്രകാരം MBBS പഠിപ്പിച്ചിട്ട് പുറത്തിറങ്ങുവാനുള്ള മുഖാന്തരങ്ങൾ കർത്താവ് ഒരുക്കി. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ഉയർച്ചയെക്കുറിച്ച് പറയാനല്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാത്തതും നനയ്ക്കാത്തതുമായ
പല കാര്യങ്ങൾ എൻ്റെ ഭവനത്തിൽ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. ആമേൻ. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും സഭക്കാർക്കും ഒക്കെ അതിശയം തോന്നുമാറ് ആമേൻ ജീവിതത്തിൽ തലമുറകളെയും കർത്താവ് മാനിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്വതന്ത്രം പരിശുദ്ധാത്മാവിന് അത്രയ്ക്ക് വിലയുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒരാൾ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമോ അവൻ അത്രയ്ക്കും വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിപ്പാനിടയായി. മാത്രമല്ല, ആ പരിശുദ്ധാത്മാവുള്ളവന്റെ ജീവിതത്തിൽ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി തന്റെ ജീവിതത്തെ സ്വതന്ത്രം വ്യത്യാസപ്പെടുത്താൻ തക്കവണ്ണം കർത്താവിന് കഴിയും. വിദ്യാഭ്യാസമില്ലാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക മാത്രമല്ല, അതിനനുസരിച്ചുള്ള ഒരു ക്രിസ്തീയ ജീവിതം വിശുദ്ധിയിലും വേർപാടിലും നയിക്കാൻ ആമേൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ കുടുംബജീവിതം, തലമുറകളെ, നമ്മുടെ ആത്മീയ ജീവിതം, ശുശ്രൂഷകളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. സ്തോത്രം. അപ്പൊ ഈ പരിശുദ്ധാത്മാവാണ് ആമേൻ വിശുദ്ധിയിലും വേർപാടിലും ആമേൻ ജീവിക്കാൻ പിന്തുണ നൽകുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് ആമേൻ നിത്യത വരെയും നമ്മെ ഓരോരുത്തരെയും കൊണ്ട് എത്തിക്കുന്നത്. സ്തോത്രം. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവില്ലാതെ ഒരു വ്യക്തിക്കും ആമേൻ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ ഒരു ക്രിസ്തീയ ജീവൻ നയിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. സ്വതം പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി നുണ പറയത്തില്ല. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി പരദൂഷണം ഇല്ലാത്ത കാര്യം പോഷ്ക്ക് പറയില്ല. സ്വതം അതെല്ലാം എന്നെ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോ കേൾക്കുന്നതിൽ ആരെങ്കിലും ആമേൻ ഈ സാക്ഷ്യം കേൾക്കുന്നവരിൽ ഹല്ലേലൂയ ഞാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി പരദൂഷണമോ കള്ളമോ ഇത്യാദി കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവല്ല ആ വ്യക്തിയിൽ ആവസിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളവൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ അസൂയ ഉണ്ടാകത്തില്ല. പരദൂഷണമോ വേണ്ടാത്ത കാര്യങ്ങളൊന്നും എടുത്തിട്ട് സ്വന്തം ആത്മീയ ജീവിതത്തെ നശിപ്പിക്കില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ ഏതൊക്കെ രീതിയിൽ അതിന് വേണ്ടതെല്ലാം കൊടുത്ത് നന്നായിട്ട് അതിനെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയൂ. ഈ പരിശുദ്ധാത്മാവാണ് നമ്മെ നിലനിർത്തുന്നത്. ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിക്കാണ് സ്വതന്ത്രം നാം ഒരു യാത്ര ചെയ്യുമ്പോഴോ കർത്താവ് പുറകിൽ നിന്ന് നമ്മോട് സംസാരിക്കും, അരുത്, നീ ആ വഴിക്ക് പോകരുതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാ. നീ അത് നോക്കരുത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ. നീ അത് തുടരുത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാ. നീ അത് എടുക്കരുതെന്ന് പുറകിൽ നിന്നും നമ്മെ ഉപദേശിക്കുന്നത് സ്വന്തം ഈ പരിശുദ്ധാത്മാവ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഏർപ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി ദൈവത്തിനെ ഭാരപ്പെടുത്തുന്ന ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം സഹായിക്കട്ടെ. കാരണം ഒരുപാട് വില കൊടുത്താണ് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ഇടയായത്. അതുകൊണ്ട് അതിന്റെ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി, ഒരു ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ, ഒരു നന്മയ്ക്ക് വേണ്ടിയോ, ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയോ ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ ഒരു കാരണവശാലും അതിനെ നശിപ്പിച്ചു കളയാൻ എനിക്ക് കഴിയില്ല. അത്രയ്ക്കും വില കൊടുത്തിട്ടാണ് അത് പ്രാപിച്ചത്. സ്വതന്ത്രം. എന്നെ കേൾക്കുന്ന നിങ്ങൾ എങ്ങനെ പ്രാപിച്ചു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ വന്നിരുന്നു 2-3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാപിച്ചതായിരിക്കാം. സ്വതന്ത്രം. പക്ഷെ അങ്ങനെ ഒന്നും പ്രാപിച്ച
പഠിച്ചതല്ല ഞാൻ. അതിന്റെ പുറകിൽ ഒരുപാട് സമയങ്ങളും മാസങ്ങളും വർഷങ്ങളും അതിനുവേണ്ടി ചെലവാക്കി. ആമേൻ. അങ്ങനെയാണ് കർത്താവിനോട് കരുണ കാണിക്കാനും അത് പ്രാപിപ്പാനും ഇടയായത്. ഇനി ബൈബിൾ ഇല്ലാത്തൊരു കാര്യം പറയാൻ പോവുകയാണ്. സ്വതന്ത്രം. ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഒരു നേരത്തെ ആഹാരം കഴിച്ചുകൊണ്ട് 10 മാസം ഞാൻ ദൈവസന്നിധിയിൽ ജോലിയോടനുബന്ധിച്ചാണ്, ഇവിടെ എല്ലാം ഗൾഫില ആയിരുന്നവരാണ്. അത് ബൈബിളിൽ പറയുന്നില്ല അങ്ങനെ ഒരു വാസം. എങ്കിലും ഞാൻ എൻ്റെ ശൂന്യത മനസ്സിലാക്കിയിട്ട്, എൻ്റെ ആത്മീയ ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ടാണ് ഞാനത് ചെയ്യാൻ ഇടയായത്. സ്വതന്ത്രം. പ്രൈസലോ. അപ്പൊ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ഒരു വ്യക്തിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നു. സ്തോത്രം. കൊർന്നല്യോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ ഭക്തനും തന്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ആയിരുന്നു. കണ്ടോ? സ്തോത്രം. കൊർന്നല്യോസിനെ കുറിച്ച് അവിടെ പറയുന്നത് അവൻ ഭക്തനായിരുന്നു, തന്റെ ഗൃഹത്തോട് കൂടെ, തനിക്ക് വേണ്ടപ്പെട്ടവരോട് കൂടെ അവൻ ഭക്തനായിരുന്നു എന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ധാരാളം. ആമേൻ. അത് ഇവിടെ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു അവൻ. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നത്, ആമേൻ, ആമേൻ, പഴയ നിയമകാലത്താണ് കൊർന്നല്യോസ് എന്ന ശതാധിപൻ ദൈവത്തെ അറിയുന്നത്. അന്ന് പുതിയ നിയമം അന്ന് ഇറങ്ങിയിട്ടില്ല ആ സമയത്ത്. അപ്പോ പഴയ നിയമപ്രകാരം മോശയുടെ ന്യായപ്രമാണ പ്രകാരം പാസ്റ്റർ ഒരു സെക്കൻഡ്. പാസ്റ്റർ പുറകോട്ട് ഇറങ്ങിയിരുന്ന് പറയാ, വീഡിയോ മുഴുവൻ പുറത്തു പോവുക. പാസ്റ്റർ ഇങ്ങനെ ശരീരം അനങ്ങുന്നത് കൊണ്ട് ഫുള്ളേ മൊത്തം പുറത്തു പോവുക വീഡിയോ. ഇതുപോലെ ഇരുന്നൊന്ന് സംസാരിക്കാമോ, ഒത്തിരി അനങ്ങാതെ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം ആ വാക്യത്തിന്റെ തൊട്ട്. സ്തോത്രം. അപ്പോ കൊർന്നല്യോസിന്റെ വിഷയം പഠിക്കുമ്പോ ജാതിയിൽപ്പെട്ടവനായിരുന്നു. അപ്പൊ തന്റെ ഗൃഹത്തോടുകൂടി ദൈവ ഒരു ഭക്തനായിരുന്നു എന്നവിടെ പറയുന്നു. സ്തോത്രം. അതുപോലെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു എന്ന് അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു എന്നവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കൊർന്നല്യോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കൊർന്നല്യോസ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല എന്ന് വ്യക്തമായി ഈ 10-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഭക്തനായി എന്ന് ചോദിച്ചാൽ, അവൻ അറിഞ്ഞ സത്യം, അതായത് പഴയ നിയമപ്രകാരം മോശയുടെ ന്യായപ്രമാണങ്ങൾ വായിച്ചും ഗ്രഹിച്ചും ആമേൻ ദൈവസന്നിധിയിൽ അവൻ ഭക്തിയോടെ നിൽക്കാൻ ഇടയായി. ഇന്ന് രാത്രികാലം ഞാൻ സൂം മീറ്റിംഗിലായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി, സ്തോത്രം, ഹല്ലേലൂയ, ഈ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഇത്രയും ഭക്തിയുള്ള ഒരുവനായി ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ, ദൈവഭയമുള്ളവനായി നിൽക്കണമെങ്കിൽ, ധർമ്മം കൊടുക്കുന്നവനായി നിൽക്കണമെങ്കിൽ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ അറിയുകയും, സ്തോത്രം, കൽപ്പനകളെ അനുസരിക്കുകയും സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടാത്ത കൊർന്നല്യോസിനുണ്ടായിരുന്ന ആമേൻ ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ഇന്ന് രാത്രികാലം ആമേൻ നമ്മോട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അവൻ ഭക്തനാണെന്ന് പറഞ്ഞത് കൊർന്നല്യോസ് അല്ല. അവൻ ധർമ്മം കൊടുക്കുന്നവനെന്ന് പറഞ്ഞത് കൊർന്നല്യോസ് അല്ല. അവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനെന്ന് പറഞ്ഞത് കൊർന്നല്യോസ് അല്ല. അവന്റെ കൂടെയുള്ള ആൾക്കാരാണ് അത് പറയാൻ ഇടയായത്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ചെയ്യുന്നുവെങ്കിൽ നാമായിട്ട് അത് പറഞ്ഞ്, സ്തോത്രം, നമ്മുടെ നന്മകളെ ചോർത്തിക്കളയാൻ ഒരിക്കലും അനുവദിക്കില്ല. നമ്മളെ കുറിച്ച് പറയേണ്ടത് മറ്റുള്ളവരാ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, സ്തോത്രം, കൊർന്നല്യോസിന് രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ
അങ്ങനെ ഒരു ഭക്തിയോടെ ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ വേർപെട്ട് ജീവിക്കുന്ന നമ്മൾ എന്തുമാത്രം ഭക്തിയോടെ ജീവിക്കണമെന്ന് ഇന്ന് രാത്രികാലം ആമേൻ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ അവൻ ഇരിക്കുമ്പോൾ അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. ഉണ്ടോ? അപ്പോൾ ദർശനം കാണണമെങ്കിൽ, അല്ലെങ്കിൽ വെളിപ്പാട് കാണണമെങ്കിൽ, സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദർശനമായാലും വെളിപ്പാടായാലും കാണാൻ പറ്റൂ. അപ്പോ അവന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഒരു ദൂതൻ അവന്റെ അടുക്കൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടത്. അവിടെ പറയുന്നു, ഒരു ദൂതൻ ഇറങ്ങി വന്നത് ഞാൻ സ്പഷ്ടമായിട്ട് കണ്ടുവന്ന. സ്തോത്രം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ദർശനങ്ങളോ വെളിപ്പാടുകളോ കാണുന്നെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ കൊർന്നൊല്യോസ് കൂടെ പറയുന്നത് പോലെ നാം കാണുന്നത് സ്പഷ്ടമായിട്ട് കണ്ടിട്ട് വേണം അത് പുറത്ത് സഭയോടോ വ്യക്തികളോടോ നാം പറയാൻ. എന്തെങ്കിലും മിന്നി മറയുന്ന മിന്നാമിനുങ്ങ് പോലെ കണ്ടു, ഒരു വെളിച്ചം കണ്ടു എന്ന് ആമേ കണ്ടതിന് ശേഷം ഇങ്ങനെ കണ്ടു എന്ന് ഒരിക്കലും ആമേ പൊതുവിൽ പറയാൻ നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഇടവരല്ലേ. ആമേ നമ്മൾ പറയുന്നുവെങ്കിൽ കൊർന്നല്യോസ് പറഞ്ഞതുപോലെ വ്യക്തമായി എന്റെ റൂമിൽ ആമേൻ ദൂതൻ ഇറങ്ങി വന്നത് ഞാൻ സ്പഷ്ടമായി കണ്ടു. ഇവിടെ പറയുന്നു, ആമേൻ, ദൂതൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ഏയ്സലോ കണ്ടോ? ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു കൊർന്നല്യോസിന്റെ പ്രാർത്ഥനയും ധർമ്മവും സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ആമേൻ. എന്നാൽ അവിടെ പറയുന്നത്, നാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഒരു ധർമ്മം കൊടുത്താൽ ആമേൻ അത് സ്വർഗത്തിലെത്തും, ഉറപ്പാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ കൊർന്നല്യോസ് എത്തണമെങ്കിൽ കൊർന്നല്യോസ് രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഇപ്പൊ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി എന്ത് ചെയ്താലും പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, കേൾക്കാതിരിക്കില്ല. പക്ഷെ പ്രാർത്ഥിച്ച ധർമ്മം കൊടുത്ത വ്യക്തി സ്വർഗരാജ്യത്ത് എത്തണമെങ്കിൽ കർത്താവിന്റെ പ്രമാണം അനുസരിക്കാത്തിടത്തോളം കാലം ഒരിക്കലും സ്വർഗരാജ്യം കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവന്റെ പ്രവർത്തികൾ കണ്ടേച്ചാണ് ആമേൻ ദൈവം അവന്റെ റൂമിൽ ഇറങ്ങി വരാൻ ഇടയായി. അവിടെ പറയുന്നു, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. സ്തോത്രം. പത്രോസ് താമസിക്കുന്ന എവിടെയാ? ഒരു യഹൂദനായ പത്രോസ് താമസിക്കുന്നത്, അതായത് ജാതികളുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ അവരെ അടുക്കൽ പോയി ഒരു ചായ കുടിക്കുകയോ അവരോട് കൂടെ ഇരുന്ന് ആമെ സംസാരിക്കുകയോ അവരുടെ ഒരു കാര്യങ്ങളിലും ഇടപെടാത്ത ഒരു ആളാണ് ആമേൻ യഹൂദ ജാതി. സ്തോത്രം. അങ്ങനെയുള്ള ഒരു പത്രോസ് താമസിക്കുന്നത് തോൽക്കൊലനായ ശിമോന്റെ വീട്ടിലാണ്. അതായത് മൃഗങ്ങളുടെ തോലുരിച്ച് അത് വാങ്ങി അത് കൊണ്ടുവന്ന് അഴുക്കി അതിനെ ക്ലീൻ ചെയ്ത് അതിന് കൂടാരപ്പണിക്ക് വേണ്ടി വിൽക്കുന്ന ജോലിയാണ് ഈ വ്യക്തിക്ക്. സ്വതം. ആമേൻ. എന്നാൽ അവിടെ പറയുന്നു, ഈ തോലഴുക്കി അടിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്ന ആ ഭവനത്തിൽ അതിന്റെ 7000 ആർക്കും പോകാൻ പറ്റില്ല, അത്രയും സ്മെല്ലുള്ള ഒരു വീടാണ് ഈ തോൽക്കൊലനായ ശിമോന്റെ വീട്. ഇതിനിടയിലാണ്, ഇതിനകത്താണ് ആരുടെയും ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ സമ്പർക്കം നടത്താനോ കൂടെ ഇരിക്കാനോ ഒന്നും താല്പര്യം കാണിക്കാത്ത ഈ യഹൂദനായ ഈ പത്രോസ് താമസിക്കുന്നു. കണ്ടോ? ഞാൻ വലിയ പാറ, ശരിയാ, സമ്മതിച്ചു. പക്ഷെ അതിന്റെ ഒരു ചീളായി ജീവിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ ആഹാരത്തിന് അല്പസമയം താമസിച്ചപ്പോ വെൺമാടത്തിൽ നിന്നപ്പോൾ കർത്താവ് അവനിലെ ദർശനങ്ങൾ കൂടി കാണിപ്പാൻ തക്കവണ്ണം ഇടയായി എന്ന് തിരുവചനം അവിടെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ. ഉപ്പട്ടി അവന്റെ മുമ്പിൽ ഇറക്കി കൊടുക്കാൻ ഇടയായി. സ്വതം 3 പ്രാവശ്യം. 10 പ്രാവശ്യം ഇറക്കിയപ്പോൾ ഇതൊന്നും എനിക്ക് കഴിച്ച് ശീലമില്ല എന്ന് പറയാൻ ഇടയായി. 2ാമതും അങ്ങനെ കാണിച്ചു. 3ാമതും ഒരിക്കൽ കണ്ടു, അത് അങ്ങ് എടുക്കാനിടയായി. പിന്നെ ആദ്യം ഒന്നും മനസ്സിലായില്ല. 2ാമത് അവന് മനസ്സിലായി. സ്വതം. ദൈവം ശുദ്ധീകരിച്ചതിനെ
ആമേൻ മലിനമെന്ന് എണ്ണാൻ നമുക്കാർക്കും വ്യവസ്ഥയില്ല. സ്തോത്രം. അവിടെ പത്രോസ് ദൈവത്തെ പഠിപ്പിക്കുന്നത് പോലെയാണ് പറയുന്നത്, ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ളതൊന്നും അശുദ്ധമായതൊന്നും കഴിച്ചിട്ടില്ല എന്ന് അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ ശുദ്ധീകരിച്ചതിനെ ആമേൻ നീ മലിനമെന്ന് എണ്ണാൻ ആമേൻ സ്തോത്രം ഒരിക്കലും പാടില്ല. സ്തോത്രം. അങ്ങനെയുള്ള പത്രോസ് ഇത് കണ്ടിട്ടിരിക്കുമ്പോഴാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്നും 2 വേലക്കാരെയും അവന്റെ കൂടെ നിൽക്കുന്ന അകമ്പടിക്കാരനെ വിടാനിടയായത്. അവിടെയും ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. കൂടെ പോയ രണ്ടുപേരുടെ കൂടെ ഒരു കാര്യവും കൊർന്നല്യോസ് പറഞ്ഞില്ല. പക്ഷെ കൂടെ നിന്ന അകമ്പടി നായകനോട് ഈ വിഷയങ്ങൾ പറയാനിടയായി. അവിടെ പറയുന്നത്, അപ്പോൾ നമ്മുടെ രഹസ്യങ്ങൾ സ്തോത്രം എപ്പോഴും നമ്മോട് കൂടെ നിൽക്കുന്ന വ്യക്തിയോട് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. സ്തോത്രം. കണ്ടോ, കൂടെ പോയവരോട് പറഞ്ഞില്ല. എന്നാൽ തന്റെ വിശ്വസ്തനായ ഒരു പടയാളിയുടെ കൂട്ടത്താണ് ആമേൻ എന്തിനാണ് എന്നെ അയക്കുന്നത്, എന്റെ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയണമെന്ന് ഒരു വിശ്വസ്തനോട് കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരുടെ തോളത്താണ് കൈയിടുന്നത്? ആരാണ് നമ്മുടെ കൂട്ടുകാര്? നാം പറയുന്ന കാര്യങ്ങൾ മറ്റൊരു ചെവിയിൽ അവൻ എത്തിക്കാത്ത ഒരു വ്യക്തി, വിശ്വസ്തൻ, കാത്തു സൂക്ഷിക്കുന്ന ഒരു വിശ്വസ്തനായിരിക്കണം നമ്മുടെ കൂടെ നിൽക്കേണ്ട ആൾ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അല്ല എങ്കിൽ നമുക്കതൊരു വലിയ വിഷയമായിരിക്കും. എന്നാൽ ഇവിടെ പറയുന്നു, കൊർന്നല്യോസ് സ്തോത്രം ഈ പറഞ്ഞ പ്രകാരം അവർ കടന്നുപോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്ന് രാത്രി അവിടെ താമസിച്ചു. പിറ്റേ ദിവസം പത്രോസുമായിട്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ ഇടയായി. കടന്നു വന്നു, അവനെ സ്വീകരിച്ചു, എത്തി. സ്തോത്രം. കൊർന്നല്യോസ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് വ്യക്തമായിട്ട്. സ്തോത്രം. പത്രോസ് കടന്നു വന്നപ്പോൾ അവനെ പുകഴ്ത്തി പറയാനോ ഒന്നും കൊർന്നല്യോസ് തുനിഞ്ഞില്ല. കൊർന്നല്യോസ് പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത് കർത്താവ് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ആ കാര്യം ഞങ്ങളോട് പറയണമെന്നാണ് കൊർന്നല്യോസ് പത്രോസിനോട് പറഞ്ഞത്. കൊർന്നല്യോസിന് അറിയാം, ഒരു പത്രോസിനെ ഇങ്ങനെ അയക്കണമെങ്കിൽ ഞങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും സെറ്റുള്ള കാര്യങ്ങൾ പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്, അതുമാത്രം ഞങ്ങളോട് പറയണമെന്ന് ആമേൻ അവിടെ പറയാൻ ഇടയായി. സ്വതന്ത്രം. അപ്രകാരം പത്രോസ് എണീറ്റ് സംസാരിച്ചത് അതിന് തൊട്ട് മുൻപെയാണ് തബീതെ ഉയർപ്പിച്ച കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്. അങ്ങനെ തബീത ഉയർപ്പിച്ച കാര്യങ്ങളൊന്നും അവിടെ പ്രസ്താവിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ സ്തോത്രം സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വിടുതൽ നടന്നു കഴിഞ്ഞാൽ ആ വിടുതൽ വെച്ചിട്ട് അടുത്ത ശുശ്രൂഷകളെല്ലാം ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. കഴിഞ്ഞ ഇന്ന സമയത്ത് ഇന്ന വിഷയത്തിന് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് വിടുവിച്ചു, സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരുടെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ തന്നെ കൊഴുപ്പ് കൂട്ടാൻ എങ്ങനെയൊക്കെ ജനത്തെ അടിച്ചിളക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചൊക്കെ പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ ജനത്തെ ഇളക്കി മറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പക്ഷെ കൊർന്നല്യോസ് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തതായിട്ട് അവിടെ ഒന്നും പറയുന്നില്ല. തനിക്ക് ദൈവം കൊടുത്ത ശുശ്രൂഷ അവിടെ നിന്ന് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഇവര് വചനം കേൾക്കുമ്പോൾ തന്നെ പത്രോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ കൊർന്നല്യോസ് അവിടെ രക്ഷിക്കപ്പെടാൻ ഇടയായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ ഇടയായി. സ്തോത്രം. ഈ പത്രോസ് ഈ സംസാരിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ ഇറങ്ങിപ്പോയി തലേ കൈവെക്കുകയോ സ്തോത്രം ദൈവാത്മാവ് സംസാരിക്കുകയാണ് എന്നൊന്നും ഒരു കാര്യങ്ങളും സ്തോത്രം അവരെ ഇളക്കി മറിക്കത്തക്ക ഒരു ശുശ്രൂഷകളും അവിടെ ചെയ്തില്ല. അവിടെ നിന്നുകൊണ്ട് വചനം സംസാരിക്കുമ്പോൾ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുവാൻ തക്കവണ്ണം ഇടയായി. നമ്മളിവിടെ പറയുന്നു, ജാതികൾക്ക് പരിശുദ്ധാത്മാ അല്ലെങ്കിൽ അഭിഷേകം കൊടുക്കുന്നത് സ്നാനപ്പെടുന്നതിന് മുന്നമേയാണെന്ന് കൊർന്നല്യോസിന്റെ ജീവിതത്തിൽ കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. എന്നാൽ യഹൂദന്മാർക്ക് സ്നാനപ്പെട്ടതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഇടയാകുന്നതെന്ന് മറ്റൊരു ചരിത്രവും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായാലും അന്ന് പകൽക്കാലം പത്രോസ് വചനം സംസാരിച്ചപ്പോൾ അവിടെ ഇരുന്നവരുടെ
എല്ലാവർക്കും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ, അന്യഭാഷകളിൽ സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഇവർ സംസാരിക്കുന്നു. പിന്നെ വെള്ളം വിലക്കാൻ നമ്മൾ ആരെന്ന് കൂടെ വന്നവർ അവിടെ പറയുവാൻ ഇടയായി. ഇന്ന് രാത്രികാലം കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. പത്രോസ് ഒരിക്കലും ജാതിയുടെ ഭവനത്തിൽ പോയിട്ടില്ല. അവര് കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ല. അവിടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവനാ. സ്തോത്രം. പക്ഷേ വയസ്സുള്ളോ, അതാണ് ദൈവം ആ തുപ്പട്ടി കാണിക്കാൻ ഇടിയാതെ. ഞാൻ ശുദ്ധീകരിച്ചതിന് മലിനമെന്നല്ല നീയാർ. അങ്ങനെയുള്ള പത്രോസിനെ ജാതികളുടെ ഇടയിൽ അയച്ച് കർത്താവിന്റെ സുവിശേഷം പറയുവാനും ചില പ്രവൃത്തികളൊക്കെ അവൻ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഇവിടെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. സ്തോത്രം. അവിടെ പറയുന്നു, അവിടെ 34 വാക്യത്തിൽ പറഞ്ഞു, അപ്പോൾ പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. കണ്ടോ, മുഖപക്ഷം നോക്കരുതെന്ന് കർത്താവ് പഠിപ്പിച്ചത് ആമേശ്വരം മറ്റുള്ളവരുടെ അല്ല. കർത്താവ് പഠിപ്പിച്ചത് തന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസിനോട് കൂടിയാണ് അങ്ങനെ പറയാനിടയായി. ഇന്ന് രാത്രികാലം ഞാൻ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേൾക്കുന്ന ദൈവമക്കളോട് ചോദിക്കുകയാണ്, സ്വതം. ദൈവം ശുദ്ധീകരിച്ചതിന് മലിനമെന്നെണ്ണാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇടയാകല്ലേ. അവിടെ കറുപ്പനെന്നോ വെളുപ്പനെന്നോ വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ സ്വതം ശ്രേഷ്ഠനെന്നോ അല്ലാതെന്നോ ആരെയും വേർതിരിച്ച് കാണാൻ ദൈവം അനുവദിക്കുന്നില്ല. അതാണ് സ്തോത്രം ആ വാക്യത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും മുഖപക്ഷം നോക്കാതെ വണ്ണം കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരെയും ഒന്നുപോലെ കാണാനുള്ള ദൈവശക്തിയും ദൈവകൃപയും നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കണം എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നാം മുഖപക്ഷം കാണിക്കുന്നുവെങ്കിൽ, നാം ജനത്തെ ദൈവം ശുദ്ധീകരിച്ചതിനെ നാം വേർതിരിച്ച് കാണുന്നുവെങ്കിൽ, വചന പഠനം അനുസരിച്ച് സ്തോത്രം ആ വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ ഒരു കാരണവശാലും കഴിയുന്നതല്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. സ്തോത്രം. അപ്പോ നമ്മുടെ കർത്തൃമേശ ശുശ്രൂഷ പോലും ജാതിക ചിന്തകളെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് ആ ശുശ്രൂഷകൾ. കണ്ടോ, കർത്താവ് ആ പെസഹ ടൈമിന് കയറി വരുമ്പോൾ ശിഷ്യന്മാർ തമ്മിൽ അവിടെ സംസാരിക്കുന്നത് കർത്താവോട് കേൾക്കാനിടയായി. ഞങ്ങളിൽ ആരാണ് വലിയവൻ, ആരാണ് വലിയവൻ, ആരാണ് അടുത്ത സ്ഥാനം വഹിക്കേണ്ടതെന്നൊക്കെ ചിന്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കർത്താവ് കയറി വന്ന് തന്റെ വസ്ത്രം ഊരി വെച്ച് തോർത്തലയെ ചുറ്റി അവരുടെ കാലുകൾ കഴുകാൻ ഇടയായത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ മുഖപക്ഷം കാണിക്കുവാൻ, എളിയവനെന്നോ ശ്രേഷ്ഠനെന്നോ സ്തോത്രം പണമില്ലാത്തവനെന്നോ ജാതി കുറഞ്ഞവനെന്നോ ഒരിക്കലും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ചിന്തിക്കുവാൻ ഇടവരരുത്. സ്തോത്രം. നാം അറിഞ്ഞുകൊണ്ടൊരിക്കലും നമ്മുടെ സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തി കളയാൻ ദൈവം അനുവദിക്കല്ലെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്തോത്രം നിങ്ങളോട് സംസാരിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ടോ, ജാതികൾക്കും സ്തോത്രം പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തു. ആര് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ, സ്തോത്രം, ആര് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ആഗ്രഹത്തോടെ ഉപവസിക്കുന്നുവോ അവരെയൊക്കെ കർത്താവ് നിറയ്ക്കുമെന്ന് ഇന്ന് രാത്രികാലം കൊർന്നല്യോസിന്റെ അനുഭവത്തിൽ കൂടി സ്തോത്രം മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സ്തോത്രം. പ്രൈസ്. കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഭക്തിയുള്ളവരായി, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി, ദൈവ ഭയമുള്ളവരായി, സ്തോത്രം, ധർമ്മം കൊടുക്കുന്നവരായി. കണ്ടോ, കൊർന്നല്യോസിന് 100 രൂപ കിട്ടിയാൽ 75 രൂപ വരെ സ്തോത്രം മറ്റുള്ളവർക്ക് കൊടുക്കും. പക്ഷെ ആ കൊടുത്ത കാര്യങ്ങളൊന്നും തന്റെ ഭാര്യയോടോ ഈ വാങ്ങിയയാളോ ഒന്നും പറഞ്ഞിട്ടില്ല, പരസ്യം ചെയ്തിട്ടില്ല. അതെല്ലാം രഹസ്യത്തിൽ കൊർന്നല്യോസ് ചെയ്തതാണ്. സ്തോത്രം. സ്വന്തം ഭാര്യ പോലും ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നത്. താൻ കൊടുത്തതൊന്നും സ്വന്തം ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റൊരു വ്യക്തി അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. ഇന്ന് രാത്രി കാലം സ്തോത്രം
ആമേൻ കൊർന്നല്യോസിന് തന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അറിഞ്ഞ സത്യവും ആത്മാവിലും ആരാധിക്കുന്ന നമുക്ക് കൊർന്നല്യോസിന് ഉണ്ടായതുപോലുള്ള ആമേൻ ഭക്തിയും ദൈവ ഭയവും ആമേൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരനുഭവം, സ്തോത്രം, അതുപോലെ ധർമ്മം കൊടുക്കുന്ന ഒരനുഭവം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഉണ്ടാകട്ടെ. ഈ തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒന്നുകൂടി പറയുകയാണ്, പ്രാപിച്ച ആത്മാവിനെ ഒരു കാരണവശാലും ദുഃഖിപ്പിക്കുവാൻ ആമേൻ ഇടവരുന്ന ഒരു കാര്യങ്ങളിലും ദൈവമക്കളായ നമ്മൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇടയാകല്ലേ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളിലും നമ്മൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ അതിനുവേണ്ടി ഇടപെടാൻ ദൈവം അനുവദിക്കല്. ദൈവഭക്തിയിലും ഈ ദിവസങ്ങളിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ആമേൻ സ്തോത്രം എത്രത്തോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താമോ അത്രത്തോളം പ്രയോജനപ്പെടുത്താൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. കേൾക്കുന്നവരിൽ ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ആമേൻ സ്തോത്രം ഭാരത്തോടും പ്രയാസത്തോടും ആയിരിക്കുന്നെങ്കിൽ ആമേൻ കർത്താവിന്റെ കരങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കുറവുകൾ ആമേൻ എന്താണ് കുറവുകൾ, ബലഹീനതകൾ ആമേൻ സ്തോത്രം അതൊക്കെ ഓരോ ദിവസവും കണ്ടുണർന്നുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പരിശുദ്ധമായ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാനുള്ള ദൈവകൃപയും ദൈവശക്തിയും ഓരോ ആമേൻ സ്തോത്രം കുഞ്ഞുങ്ങളും പ്രാപിച്ചെടുക്കണമെന്ന് ഞാൻ ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. ആമേ പ്രിയരെ, പരിശുദ്ധാത്മാവില്ലാതെ ഒരു നിമിഷം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആമേ പരിശുദ്ധാത്മാവില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് എങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ പൊതുവിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടം ജനം ആമേ സ്തോത്രം ഇരിക്കുന്നവരുടെ മധ്യേ ഒരു വ്യക്തി നഗ്നനായിരുന്നാൽ അവനുണ്ടാകുന്ന ലജ്ജ എപ്രകാരമായിരിക്കുമെന്ന് ആമേ ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് എന്റെ ആമേ സ്തോത്രം ഈ പരിശുദ്ധാത്മാവിന്റെ വ്യാപ്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ ഇടയായത്. അത്രയ്ക്കും ലജ്ജയായിരുന്നു. പരിശുദ്ധാത്മാവില്ലാതെ ആരാധിക്കാൻ ഇരിക്കുന്നതും വരുന്നതൊക്കെ വലിയ നാണക്കേടായിരുന്നു. സ്തോത്രം. ഇതില്ലാതെ ഒരു നിമിഷം മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധാത്മാവില്ലാതെ എനിക്കൊരു നിമിഷം മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ആമേ സ്തോത്രം തീർത്തും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആമേ കാത്തിരിക്കുവാൻ സമയങ്ങളും വർഷങ്ങളും നോക്കാതെ വണ്ണം ദൈവസന്നിധി കാത്തിരുന്ന് ആമേൻ എത്രത്തോളം കരയുവാൻ പറ്റുമോ, എത്രത്തോളം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റുമോ, എത്രത്തോളം വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവ് എന്നോട് കരുണ കാണിച്ചു. പുറകിൽ അനേകര് പ്രാർത്ഥിച്ചിട്ടുണ്ട്, സമ്മതിച്ചു. പ്രൈസലോ. ഈ ദിവസങ്ങളിൽ ആമേൻ ഈ നല്ല പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ സ്തോത്രം ശുശ്രൂഷ തലങ്ങളിൽ എത്തുവാൻ ആമേൻ സ്തോത്രം മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ലഭിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങൾ ശുശ്രൂഷകളിലും ആമേൻ സ്തോത്രം ഒക്കെ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ദൈവം നൽകിയിരിക്കുന്ന ആമേൻ സ്തോത്രം ആത്മാവിനൊത്തവണ്ണ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമ്മുടെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ മുൻപോട്ട് പോകാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രാപിക്കാൻ തൊക്കണം, കാത്തിരുന്ന് പ്രാപിക്കണമെന്ന് ഞാൻ ആമേൻ സ്തോത്രം നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതിനായി നമ്മളെ സഹായിക്കട്ടെ. അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്വർഗരാജ്യം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയാൻ ദൈവം അനുവദിക്കല്. അതിന് തക്കതായിട്ടുള്ള ആത്മീയ ജീവിതം നയിച്ച് നമ്മളായിരിക്കുന്ന സംഘടനയായാലും സഭയായാലും അവിടെ നിലനിൽക്കുവാൻ ആവശ്യമുള്ള ദൈവകൃപയും ദൈവശക്തിയും കർത്താവ് നൽകട്ടെ. നമുക്ക് വേണ്ടി ആക്കിയിരിക്കുന്ന ദൈവദാസന്മാരെ കീഴ്പ്പെട്ട് ആമേൻ അവർ പറയുന്നതനുസരിച്ച് ദൈവസന്നിധി താണിരുന്നു കൊണ്ട് ഈ ദിവസം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആമേൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. എനിക്ക് സമയം തന്ന കർത്താവിന്റെ ദാസി പ്രൈസലോ വചനദീപ്തി പ്രൈസലോ ഈ പ്രസ്ഥാനത്തെ ആമേൻ സ്തോത്രം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ ആമേൻ വ്യാപ്തിയിലേക്ക്
പടർന്ന് പന്തലിപ്പാൻ ആയിരക്കണക്കിന് ആൾക്കാർ സ്തോത്രം ഈ സൂം മീറ്റിംഗിൽ കൂടി കർത്താവിനെ അറിയുവാൻ, ആത്മാവിനെ പ്രാപിക്കുവാൻ, ശുശ്രൂഷകൾ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കേട്ടു. പക്ഷെ പാസ്റ്റർ സാക്ഷ്യം വളരെ ചുരുക്കമായിട്ടാണ് പ്രസ്താവിച്ചത്. എങ്കിലും ഞാന് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്തോത്രം, ഒരു മന്ത്രവാദിയുടെ മകനായിട്ട് ജനിക്കുവാനാണ് ഇടയായത്. അപ്പം അതിൽ നിന്നും അനേക തിക്ത അനുഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ പാസ്റ്ററുടെ ജീവിതത്തിൽ പാസ്റ്റർക്ക് മറ്റു സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടോ? എല്ലാവരും വന്നിട്ടില്ല. എന്നെ ഒരു സഭയ്ക്കകത്ത് നിന്ന് അടിക്കാൻ വേണ്ടി പിടിച്ച് വെളിയിൽ കൊണ്ടുവന്ന മൂത്ത ജ്യേഷ്ഠൻ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിലുണ്ട്. സ്തോത്രം. അങ്ങനെയുണ്ട്. പിന്നെ മറ്റു പലരും പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ടില്ല. രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവ് രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഞാൻ അവരോടൊന്നും സുവിശേഷം പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. കാരണം ചിലപ്പോ എന്റെ ജീവിതം കണ്ടായിരിക്കാം ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ളതെന്ന് മനസ്സിലാക്കേണ്ടിയായി. അപ്പൊ നമ്മുടെ സുവിശേഷം വീട്ടിനകത്ത് സുവിശേഷം പറയണമെന്ന് നിർബന്ധം ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മുടെ ജീവിതം ഒറിജിനൽ ആണെങ്കിൽ അത് അവര് കാണും. അവൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. കാരണം അവന്റെ പ്രവൃത്തികൾ കൂടി മനസ്സിലാക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് എന്റെ വീട്ടുകാരോട് സുവിശേഷം പറയാത്തത്. അവരൊക്കെ പലരും രക്ഷിക്കപ്പെടാനും ദൈവത്തെ ആരാധിക്കാനും ഒക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ പ്രസംഗമല്ല നമ്മുടെ ജീവിതമാണ് പ്രസംഗമായി മാറേണ്ടത്. നമ്മള് ജീവിതം കർത്താവിൽ നയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിനെ അറിയുവാനിടയാകും. അപ്പോൾ ഞാന് ചിന്തിക്കുന്നത്, പണ്ട് കാലങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള മീഡിയകളിലൂടെയും മന്ത്രവാദത്തിലൂടെയും നേർച്ച കാഴ്ചകളിലൂടെയും വഴിപാടുകളിലൂടെയും ഒക്കെ കടന്നു പോയവരാണെങ്കിലും അവിടെ നിന്നൊക്കെയും വിടിവിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. എന്നാല് പ്രിയ പിതാവ് ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ടില്ലായിരിക്കാം അല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരിച്ചുപോയി. അമ്മയും മരിച്ചുപോയി. ഓക്കെ. ഭവനത്തിൽ ഭൂരിപക്ഷം ആളുകളെയും കർത്താവ് തരുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം. അതാണ് നമ്മുടെ സന്തോഷം. പിന്നെ നമ്മുടെ ജീവിതം നാം നേരെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ നേടാൻ ഈസിയാണ്. അതെ. പാസ്റ്റർ വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണോ കല്യാണം ഒക്കെ കഴിഞ്ഞത്? അതെ, ഞാനൊരു ക്രിസ്തീയ പെണ്ണാണ് വിവാഹം കഴിച്ചേക്കുന്നത്. സ്തോത്രം. അത് പറഞ്ഞല്ലോ, മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. കൃപയാൽ ദൈവം ഇത്രയും നടത്തി ഒറ്റയ്ക്ക് ഭവനത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഭൂരിപക്ഷത്തെ നേടിയെടുക്കുവാൻ ദൈവം സഹായിച്ചു. സാധാരണ ഒരു ഡോക്ടറിന്റെ മക്കള് ഡോക്ടറായി മാറുന്നത് പോലെ ഒരു മന്ത്രവാദിയുടെ മകൻ മന്ത്രവാദങ്ങളും പഠിച്ച് അതിന്റെ തന്ത്രപ്രയോഗങ്ങൾ പഠിച്ച് മുന്നേറേണ്ടിയ സ്ഥാനത്ത് സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ അഭിഷേകം പകർന്ന് കർത്താവ് കൃപയിലേക്ക് കർത്താവിന്റെ അഭിഷേകത്തിനെ കൊണ്ടുവന്നു. ആമേൻ. കർത്താവിന്റെ മുഖം ചുമക്കുവാൻ ഈ സത്യവചനം അനേകരിൽ എത്തിക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വൈകുന്നേരത്തും ആമേൻ ഞങ്ങളോടൊത്ത് കടന്നു വന്ന് സാക്ഷീകരിക്കുവാൻ ദൈവമിടയാക്കിയല്ലോ. ഒരു നിമിഷം കർത്തദാസിനെ കുടുംബത്തെ ഓർത്ത് പ്രിയ പ്രേക്ഷകരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹീതത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്തദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ അപ്പച്ച.
തന്റെ ദാസന്റെ ജീവിതത്തിൽ കർത്താവെ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി കരേറ്റുന്നു കർത്താവെ. ദൈവത്തിന്റെ വൻ പ്രവൃത്തി കർത്തദാസന്റെ ജീവിതത്തിൽ ഇതുവരെ വെളിപ്പെടുത്തിയല്ലോ. അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. ആമേൻ. ദുർമന്ത്രവാദികളുടെ നടുവിലും കർത്താവെ, ക്ഷുദ്രപ്രയോഗക്കാരുടെ മുൻപിലും കർത്താവെ, പൈശാചിക മണ്ഡലങ്ങളെ ഭേദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവനുള്ള ദൈവത്തിന്റെ വചനം അയച്ച് ആത്മാവിന്റെ നിറവിൽ ഇന്ന് വരെയും നിൽക്കുവാൻ കർത്തദാസനെ ഇടയാക്കി. അല്പസമയം ഭാരപ്പെട്ടെങ്കിലും കർത്താവെ, അവയുടെ മേലൊക്കെയും ജയോത്സവം കൊണ്ടാടേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇടയാക്കിയല്ലോ. നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ അഭിഷേകത്തിനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്തദാസിയെയും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. ഇന്ന് ഈ പകൽക്കാലത്ത്, ഈ രാത്രി വേളയെങ്കിൽ അങ്ങയുടെ അഭിഷേകത്തിനെ കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുവാൻ അനേകരിൽ ഈ സാക്ഷ്യം എത്തുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനാഥ.